എല്ലാവർക്കും നമസ്കാരം. നല്ല ചൂട് ചോറും എളുപ്പത്തിലൊരു ചമ്മന്തിയും പരിപ്പും മത്തങ്ങക്കറിയും മീൻ പൊരിച്ചതും അടിപൊളി കോമ്പിനേഷനാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മത്തങ്ങയും പരിപ്പും കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുക്കാം. മത്തങ്ങയുടെ തൊലി കളഞ്ഞ് ചെറുതായൊന്ന് മുറിച്ച് വയ്ക്കണം. പൊതുവെ പരിപ്പിട്ട് വയ്ക്കുന്ന കറികളൊന്നും ഒരുപാട് നേരം പുറത്ത് വയ്ക്കാനും അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല, അത് അത്ര ഹെൽത്തിയും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും പരിപ്പും വെച്ച് ഉണ്ടാക്കുന്ന കറികളെല്ലാം ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കി വയ്ക്കാറുള്ളൂ. ആ ഒരു ഒറ്റ തവണ എടുത്ത് തീർക്കാൻ പാകത്തിനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തത്. 1/2 കപ്പ് പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റാണ് കുതിർത്തിയിട്ടുള്ളത്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. 2 പച്ചമുളകും ഒരു 3-4 വെളുത്തുള്ളി അല്ലി എടുത്ത് വയ്ക്കാം. ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മത്തങ്ങ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കാം, പരിപ്പ് ചേർക്കാം, 1/2 കപ്പ് വെള്ളം ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. വേവിക്കാം. പരിപ്പും മത്തങ്ങയും വേവുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ തയ്യാറാക്കി വയ്ക്കാം. മീൻ അയിലയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയതിന് ശേഷം അയിലയുടെ പുറത്ത് നന്നായി ഒന്ന് വരഞ്ഞു കൊടുക്കണം. മീൻ ആദ്യം ഒന്ന് മസാല പുരട്ടാം. അപ്പോൾ എൻ്റെ മസാലപ്പൊടികളെല്ലാം ഇതുപോലെ ചെറിയ പാത്രത്തിലാണ് ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി കീപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മീനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കശ്മീരി മുളക് പൊടിയാണ്, നല്ല കളർ ഉണ്ടാവും, എരിവ് വളരെ കുറവായിരിക്കും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയുമാണ്. മല്ലിപ്പൊടി ഏകദേശം ഒരു 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പലരും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാറുണ്ട്, അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കാറുണ്ട്, ഗരം മസാല ഒക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നല്ല ടേസ്റ്റിയാണ്. ഇതൊക്കെ ചേർത്താലും ഓരോ തരത്തിൽ പൊരിക്കുമ്പോഴും ഓരോ തരത്തിലെ ടേസ്റ്റാണ്. മീൻ നല്ല ഫ്രഷ് ആണെങ്കിൽ കോമൺ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് പൊരിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓപ്ഷനല്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും ഒക്കെ അനുസരിച്ച് നമുക്ക് മാറ്റാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. പരിപ്പ് കറിക്ക് വേണ്ടി അരപ്പ് തയ്യാറാക്കാൻ മിക്സിയുടെ ഒരു മീഡിയം സൈസ് ജാറിലേക്ക് 1.5 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 2 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം, ഒരുപാട് ആവശ്യമില്ല, ഒരു 2 കറിവേപ്പില കൂടി ചേർക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഏകദേശം ഒരു 10 ചെറിയുള്ളി ചേർക്കാം, ഒരു ചെറിയ കഷ്ണം പുളി ചേർക്കാം, വാളംപുളി. ഇനി വറ്റൽമുളകാണ് ചേർക്കേണ്ടത്. ഒരു 7 മുതൽ 10 വരെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ സംഗതി റെഡിയായി. പരിപ്പും മത്തങ്ങയും ഈ സമയം കൊണ്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അരപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ചൂടായി വരണം. ഒരുപാട് ചാറ് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ പരിപ്പായതുകൊണ്ട് തന്നെ ഇരിക്കും തോറും അത് നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഓക്കെയാണ്. ഈ ഒരു മത്തങ്ങയിലും പരിപ്പിലുള്ള ആ ഒരു അത്രയും വെള്ളം തന്നെ ഇതിലേക്ക് മതിയാവും. ഇതിലേക്കൊന്ന് താളിച്ച് കൂടി ഒഴിച്ചാൽ മത്തങ്ങയും പരിപ്പും കറി റെഡിയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക്, കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കറി മാറ്റി വയ്ക്കാം. നമ്മൾ താളിച്ചെടുത്ത അതേ പാനിൽ തന്നെ നമുക്ക് മീനും പൊരിക്കാം കേട്ടോ. ഇനി നിങ്ങൾ തടുക്കയിലാണ് താളിക്കുന്നതെങ്കിൽ വേറൊരു പാൻ എടുത്ത് മീൻ പൊരിച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. മീനൊന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഒരു സൈഡ് നന്നായി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടാവും. ഇനി അതൊന്ന് മറിച്ചിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ച് കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. കുറച്ച് ചെറിയുള്ളി ചതച്ചിട്ട് കൊടുത്താലും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അരച്ചിട്ടതിന് ശേഷം മീനൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് 2 സൈഡും കുറച്ച് നേരം എടുത്ത് പൊരിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മതിയാവും 2 സൈഡ് നന്നായി മുരിഞ്ഞ് വെന്ത് കിട്ടാനായിട്ട്. ചമ്മന്തി ഒരു പാത്രത്തിലേക്കാക്കി അതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഇട്ടത്ര ഉപ്പ് തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ചമ്മന്തി റെഡിയാണ്. സത്യത്തിൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും ഉണ്ടെങ്കിൽ അത് അസല് കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാം തയ്യാറായ സ്ഥിതിക്ക് നല്ല ചൂടുള്ള ചോറങ്ങ് വിളമ്പി 1 ടീസ്പൂൺ ചമ്മന്തിയും വെച്ചു, ഒരു മീൻ പൊരിച്ചതും വെച്ചു, കുറച്ച് പരിപ്പ് കറിയും ഒഴിച്ചു കൊടുത്തു. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. ഒരു അരമണിക്കൂറിൽ തന്നെ നമുക്ക് ഈ 3 കാര്യങ്ങളും തയ്യാറാക്കിയെടുക്കാം. നല്ല അപാര കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക്